ബാലേന്ദ്രൻ പോയതിനു ശേഷം സ്റ്റാലിക്ക് തീരെ സമാധാനമില്ലാതായിട്ടോ. ഇത്രയും കാലം ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അയാൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. കാരണം അന്നേ വൈജയന്തിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നല്ലോ. ആ കുട്ടി മരിച്ചുപോയെന്നാണ് അറിയാൻ സാധിച്ചതും. അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചിട്ട് കൂടിയില്ല. വൈജ വേറെ വിവാഹം കഴിച്ചു, താനും വേറെ വിവാഹം കഴിച്ചു. തൻ്റെതായ രീതിയിൽ താൻ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ബോംബ് പോലെ ബാലേന്ദ്രൻ കയറി വന്നതും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും. അതൊക്കെ കേട്ടുകൊണ്ട് സ്റ്റാൻലിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു തളർച്ച പോലൊക്കെ തോന്നാണ്. സോഫയില് വല്ലാത്ത രീതിയിൽ സ്റ്റാൻലി പെട്ടെന്ന് തന്നെ കടപുഴകി വീഴുന്നത് പോലെ വീഴുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഔസേപ്പും അതുപോലെ എല്ലാവരും കൂടി ബൈജുവും എല്ലാവരും കൂടി ഓടി വരണം കേട്ടോ. ആൻ്റപ്പനും എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട്. അങ്ങനെ ഓടി വന്ന് സാബ് എന്ത് പറ്റി സാബ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. എന്താ സാബ്, അയാൾ വന്നു പോയതിന് ശേഷം സാബ് ആകെപ്പാടെ മാറിപ്പോയല്ലോ. ഇപ്പം എന്ത് പറ്റി ഇങ്ങനെ വീഴാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ എന്ന് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ഫിറ്റ് കുറച്ച് ഓവറായി പോയി, അത്ര ഉള്ള കാരണം, നിങ്ങളെല്ലാം പോയിക്കോ, ഞാൻ കുറച്ച് ഒന്ന് കിടക്കട്ടെ എന്ന് പറയാണ്. സാബ് അയാൾ വന്ന് എന്താ പറഞ്ഞതെന്ന് പറയാമോ, എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, അറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയാം എന്നും പറഞ്ഞ് സ്റ്റാൻലി നേരെ മുറിയിലേക്ക് പോയിട്ട് നീണ്ടു നിവർന്ന് കിടക്കാണ്. ഈ സമയം നമ്മുടെ ഔസേപ്പ് ബൈജുനോട് പറയാണ്, ഇന്നേ വരെ സാബിനെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ആൻ്റപ്പം പറയുന്നുണ്ട് അത് ശരിയാ, അയാൾ വന്ന് പോയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ. അല്ല, കൂടെ വന്നവൻ ആരായിരുന്നു? അതയാളുടെ പെങ്ങളുടെ ഭർത്താവാ ആണോ? ഞാൻ കരുതി ഡ്രൈവർ ആയിരിക്കുമെന്ന്. അയാൾക്കൊന്നും അറിയില്ലേ? ഇല്ല, അയാൾക്കൊന്നും അറിയില്ല. എന്തോ സംസാരിക്കാൻ അളയൻ കൊണ്ടുവന്നാണെന്നാ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. ഇറങ്ങിപ്പോയപ്പോൾ മറ്റേയാളുടെ മുഖഭാവം കണ്ടിരുന്നല്ലേ, അയാളും ആകപ്പാടെ ദേഷ്യത്തിലായിരുന്നു. സാബ് അതേ പിന്നെയാണ് തകർന്നു പോയത് എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുറിയിൽ പോയി കിടന്നുകൊണ്ട് പഴയ തന്റെ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാൻലി ഓർത്തെടുക്കുകയാണ് കേട്ടോ. ആദ്യമായി വൈജയെ കണ്ട നിമിഷം അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നതും അടുത്തിടപഴകുന്നതും, അതിനുശേഷം അവിടെ തന്നെ സ്റ്റാൻലി വൈജയെ കാണാനായിട്ട് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണല്ലോ ഗംഗേട്ടൻ അവിടെ നിന്നും ട്രാൻസ്ഫറായി പോണത്. ശേഷം രണ്ടുപേരും ഒരുമിച്ച് താമസം ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ വയറിലെ കുഞ്ഞനങ്ങുന്നതെല്ലാം സ്റ്റാൻലിയെ വൈജ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞനക്കങ്ങളെല്ലാം കാതോർത്ത് സ്റ്റാൻലി ഇരിക്കുന്നതും എല്ലാ കാര്യത്തെക്കുറിച്ചും സ്റ്റാൻലി ഓർക്കാണ്. അവസാനമായി പോകാൻ നേരം വൈജയ്ക്ക് 7 മാസം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ആയയെ അവൾക്ക് സപ്പോർട്ടായിട്ട് ഏൽപ്പിച്ചിട്ടാണ് അമ്മയ്ക്ക് സുഖമില്ലെന്നറിയുമ്പം സ്റ്റാൻലി നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ വന്നതിന് ശേഷം ഇവിടെ വച്ച് അമ്മ മരണപ്പെടുകയും ആകെപ്പാടെ വല്ലാത്തൊരു ഡിപ്രഷൻ മോഡലായി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിക്ക് അവൻ്റെ അമ്മേനെ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മരണം അവനെ വല്ലാതെ തകർക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി തിരിച്ചു പോണ സമയമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും അറിയുന്നത് വൈജയനെ അവരുടെ വീട്ടുകാര് ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന്. ഗംഗേട്ടൻ വൈജനെ അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം കാണുന്നത്. വൈജ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്നത്. അങ്ങനെ വീട്ടിലെറിയിച്ച് ആകെപ്പാടെ വിഷയമായി. അങ്ങനെയാണ് കുഞ്ഞിരാമനും എല്ലാവരും കൂടി വന്നുകൊണ്ട് വൈജനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതും അവിടെ കൊണ്ടുപോയി പ്രസവിപ്പിക്കുന്നതും. ഇതറിഞ്ഞുകൊണ്ട് ആഗ്രയിലേക്ക് സ്റ്റാൻലി ചെന്നിരുന്നെങ്കിലും അവിടെ വൈജയുടെ പൊടി പോലും ഇല്ലാട്ടോ. ആയാണ് പറഞ്ഞത് ഇതുപോലെ ഇവിടെ വന്ന് അലമ്പും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വലിച്ചഴച്ച് കൊണ്ടുപോയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പാവം ആ കുഞ്ഞ് ഒരുപാട് കരഞ്ഞു, എന്നിട്ടും ആരും വിട്ടില്ല എന്നും ആയ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് സ്റ്റാൻലി നേരെ നാട്ടിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈജയുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയി പ്രസവത്തോടു കൂടി എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം നാട്ടിലേക്ക് തിരികെ പോവാണ്. വൈജയനെ കാണണമെന്നും അതുപോലെ തന്നെ വൈജയോട് സംസാരിക്കണമെന്നും അവളെ വിവാഹം കഴിക്കണമെന്നൊക്കെ വീട്ടുകാരോട് പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ സമ്മതിക്കുന്നില്ല. വൈജയുടെ വീട്ടിൽ പോയി പറയുമ്പോഴും അവരെല്ലാവരും തന്നെ സ്റ്റാൻലി അപമാനിച്ചിറക്കിവിടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് വൈജയ്ക്ക് ഒരു വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വൈജയുടെ അറിവോടുകൂടി ആയിരുന്നില്ല. സ്റ്റാൻലി തന്നെ ചതിക്കുകയായിരുന്നു കേട്ടോ വൈജ ഓർക്കുന്നത്. അന്ന് അമ്മയെ കാണാൻ പോയ സ്റ്റാൻലി പിന്നെ തിരികെ വന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈജ ഓർക്കുന്നത് തന്നെ ചതിച്ചു എന്നാണ്. പക്ഷെ വീട്ടിലേക്ക് വന്ന് തന്നെ അന്വേഷിച്ച് വന്നെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വൈജയ്ക്കും അറിയില്ലായിരുന്നു. അങ്ങനെ സ്റ്റാൻലി അവൻ്റെ വീട്ടിലേക്ക് എത്തുമ്പം വൈജ തന്നെ മറന്നു. ഇനി വൈജയ്ക്ക് വേറെ വിവാഹം ആലേക്കാണ്. വലിയൊരു പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ വൈജ വിവാഹത്തിന് സമ്മതിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അത് കേട്ട് സ്റ്റാൻലി ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. ശരിക്കും വീട്ടുകാർ തമ്മിൽ വൈജനെ സ്റ്റാൻലിനെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു.
ഇതൊന്നും അറിയാതെ രണ്ടുപേരും മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുകയും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം മറന്നിട്ട് എല്ലാ കാര്യങ്ങളും ആ കട്ടിൽ കിടന്നുകൊണ്ട് ഒരു സ്വപ്നം പോലെ സ്റ്റാൻലി ഓർത്തെടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ സ്റ്റാൻലി പെട്ടെന്ന് തന്നെ റെഡിയാകുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ തന്ന ആ ഒരു വിസിറ്റിംഗ് കാർഡ് കൂടി എടുക്കുകയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മോളെ പോയി കാണണം. അതുമാത്രമായിരുന്നു കേട്ടോ സ്റ്റാൻലിയുടെ ചിന്ത. രാത്രി മൊത്തം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അന്ന് വൈദ്യുതി വയറിലറിഞ്ഞ ആ ചെറിയ അനക്കം അതാണ് ഇപ്പോൾ സ്റ്റാൻലിനെ അങ്ങോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. 23 വർഷം തൻ്റെ മകള് ഒരു അനാഥാലയത്തിലായിരുന്നു എന്നത് സ്റ്റാൻലിക്ക് വിശ്വസിക്കാനാവുന്നില്ല. തൻ്റെ മകൾ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഉറപ്പായും അവളെ സ്വീകരിച്ചേനെ. പക്ഷെ അവളെ ഇങ്ങനെ അനാഥാലയത്തിലാക്കുമെന്ന് ഒരിക്കലും സ്റ്റാൻലി കരുതിയില്ല. അങ്ങനെ സ്റ്റാൻലി ബൈജുനോട് വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. സാബ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എനിക്കൊന്നും വേണ്ട ആൻ്റെപ്പാ, ഞാൻ പോയിട്ട് ഞാൻ വൈകുന്നേരം തിരിച്ചെത്തുള്ളൂ. അല്ല സാബ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തായാലും കുറച്ച് വൈകുന്നേരം തിരിച്ചെത്തുള്ളൂ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ തീർപ്പാക്കിയിരിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി നേരെ അലീനെ വിളിക്കാനായിട്ട് പാലയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പാലയിൽ ലക്ഷ്യമാക്കി ചെല്ലുകയാണ്. ഇത് ബാലേന്ദ്രൻ വന്നിട്ട് പോയിട്ട് 1-2 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ ഔസേപ്പിനോടും ആൻ്റപ്പനോടൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മുറി അലീനയ്ക്ക് വേണ്ടി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ആ പരിസരവും വീടും എല്ലാം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കി വളരെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വളരെ ഗംഭീരമാക്കുന്നുണ്ട്. അലീന വന്ന് കയറുമ്പം അവൾക്കൊരു കുറവ് ഉണ്ടാവാതിരിക്കാൻ സ്റ്റാൻലി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ബൈജുനെ കൂട്ടിക്കണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങുകയാണേ. അങ്ങനെ സ്റ്റാൻലി നേരെ പോണത് പാലയിലേക്കാണ്. അവിടെ പോയിട്ട് ഈ ഒരു ബാലേന്ദ്ര മേനോനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന്റെ വീട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് സ്റ്റാൻലി ചെല്ലുന്നുണ്ട്. സ്റ്റാൻലിയുടെ വണ്ടി വന്ന് നിൽക്കുമ്പം ആരെന്നറിയാനായിട്ട് ബാലേന്ദ്രനാട്ടോ ഇറങ്ങി വന്ന് സ്റ്റാൻലിയെ കണ്ടപാടെ ബാലേന്ദ്രൻ ഞെട്ടിപ്പോകുന്നുണ്ട്. തൻ്റെ വീട്ടിലേക്ക് കയറി വന്നല്ലോ, അതോർത്ത് ബാലേന്ദ്രന് ആകെപ്പാടിന്ന് പേടി തോന്നുകയാണ്. തൻ്റെ മക്കൾ സ്റ്റാൻലിയെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ആർക്കും തന്നെ സ്റ്റാൻലി നേരിട്ട് പരിചയമില്ലല്ലോ, ഇത് ആരാണെന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. അകത്തേക്ക് കയറിയിരിക്കുക എന്നും പറഞ്ഞ് സ്റ്റാൻലിയെ സ്വീകരിക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിലോ ഇത് നല്ല മനോഹരമായ വീടാണെന്നും നിങ്ങളുടെ മക്കളെയും എല്ലാവരും തന്നെ സന്തോഷമായി ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വന്നിരിക്കുക എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. അലീന അകത്തുണ്ട്, ഞാൻ അവളെ വിളിക്കാം എന്ന് പറയാൻ കേട്ടോ. അലീന മോളെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ വിളിക്കുകയാണ്. എന്താച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് അലീന അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വരവ് വല്ലാത്തൊരു വരവ് തന്നെ ആയിരിക്കും. നമ്മുടെ സ്റ്റാൻലി അത് നോക്കിയിരിക്കുകയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകൾ തൻ്റെ കൺമുമ്പില്. അതും ഓർത്തുകൊണ്ട് അയാള് അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ ദാ ഇറങ്ങി വരുന്നു തൻ്റെ അമ്മ ചിന്നമ്മ, അതേ രൂപത്തിലുള്ള തൻ്റെ മകൾ അലീന. ശരിക്കും മരിച്ചുപോയ സ്റ്റാൻലിയുടെ അമ്മച്ചി ചിന്നമ്മയുടെ അതേ രൂപമാണ് കേട്ടോ. ചിരിയും ഭാവവും നോട്ടവും എല്ലാം അതുപോലെ തന്നെ. സ്റ്റാൻലി അന്തം വിട്ട് നോക്കി നിൽക്കാണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ സത്യമാണല്ലേ? ദാ എൻ്റെ അമ്മ ചിന്നമ്മയെ പോലെ തന്നെ വേറൊരാൾ കൂടി, എൻ്റെ മകള്, അതേ രൂപം അതേ ഭാവം എന്നൊക്കെ സ്റ്റാൻലി ആലോചിക്കാണ്. ദേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അലീന മുമ്പോട്ട് നിൽക്കുകയാണ്. ആരാച്ചാ എന്താന്ന് ചോദിക്കുമ്പോൾ മോള് പോയി ചായ എടുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് അലീന പോകുന്നുണ്ട്. കണ്ടോ തൻ്റെ മകളെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ കണ്ടു എന്ന് പറയാണ്. എന്ത് തോന്നുന്നു, തൻ്റെ മകൾ തന്നെയാണോ, വിശ്വാസം വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പരം തെളിവ് വേറൊന്നും വേണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, എൻ്റെ മരിച്ചുപോയ അമ്മ ചിന്നമ്മ അതേ രൂപമാണ് അലീനയ്ക്ക്, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഫോട്ടോ കാണിക്കുകയാണ്. ആ ഒരു നിമിഷം ബാലേന്ദ്രനും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അലീനയുടെ അതേ മുഖം, അതേ ചിരി, അതേ രൂപത്തില് ദാ നിൽക്കുന്നു അയാളുടെ അമ്മ. അതും കണ്ട് ബാലേന്ദ്രനും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീന 2 പേർക്കുള്ള ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുക്കാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, മോക്കിതാരെന്ന് മനസ്സിലായോ? ഇല്ലച്ചാ. അത് പിന്നെ ഇത് വേറെ ആരുമല്ല,
മോളെ, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് ജോലിക്ക് അയക്കാൻ പോവാണെന്ന്, അവിടുത്തെ ഓണറാണ് എന്ന് പറയുമ്പം ആണോ എന്ന് ചോദിക്കാണ്. അപ്പോൾ സ്റ്റാൻലിയോട് ബാലേന്ദ്രൻ എന്ത് തീരുമാനിച്ചു? ഇവളെ കൊണ്ടുവന്നത് തീരുമാനിച്ചോ? അതെ, ഇപ്പോൾ തന്നെ കൊണ്ടുപോവാണ് എന്ന് പറയുമ്പം അതിനെ പറയുന്നുണ്ട്. ഇപ്പോഴോ? അയ്യോ അച്ഛാ, ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സമയം ഞാൻ തരാം, അതിനിപ്പുറം റെഡിയായി വന്നാൽ മതി എന്ന് പറയുമ്പോൾ, അല്ല അച്ഛൻ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വരണ മോളെ, ഇയാളുടെ കയ്യിൽ ഞാൻ മോളെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഇദ്ദേഹവുമായിട്ട് മോളെ പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എങ്കിലും അച്ഛൻ കൂടി വന്നിരുന്നെങ്കിൽ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വസ്തമായ കാര്യങ്ങളാണ് ദാ ഇത്, അതുകൊണ്ടാ മോളെ ഞാനവിടെ ഏൽപ്പിച്ചത്. മോക്ക് ദോഷമെന്ന് എന്തെങ്കിലും ഈ അച്ഛൻ ചെയ്യുവോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ മുഖമെല്ലാം അങ്ങ് മാറുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് തനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരുമെന്ന് അലീന ഒരിക്കലും കരുതിയില്ല കേട്ടോ. അലീന അകത്തേക്ക് നടന്നു പോവാണ്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഞാനാണ് അവളുടെ അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സ്റ്റാൻലി ജോസഫിന്റെ പേര് പണ്ട് അവളെ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയായിരുന്നു, അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഒരറിവും ഇല്ലല്ലോ. അതുകൊണ്ടാ അവളുടെ മുഖമൊക്കെ ആകെപ്പാടെ മാറിപ്പോയത്. അവക്ക് ചെറിയ പേടിയുണ്ട്, പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ പോകണ്ടേ, ഒരാളുടെ വീട്ടിലേക്ക് പോകണ്ടേ, അതോർത്ത് അവൾക്ക് നല്ല പേടിയാ. എങ്കിൽ പിന്നെ അവളോട് സത്യങ്ങളെ പറഞ്ഞിടായിരുന്നോ? അവളുടെ അമ്മയെ അവൾക്ക് അറിയാലോ, അവളുടെ അച്ഛനെയും കൂടി അവൾ അറിഞ്ഞിരിക്കട്ടെ. അത് പിന്നെ നിങ്ങൾ വന്ന് അവളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി എന്നാ ഞാൻ കരുതിയിരുന്നത്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് പറയാമെന്നോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പോയിട്ട് സാധനങ്ങൾ എടുക്കുകയാണ്. അവൾക്ക് ആകെപ്പാടെ ടെൻഷനും പേടിയും വല്ലാത്തൊരു വെപ്രാളമൊക്കെ ഉണ്ട്. ഈ സമയം സ്റ്റാൻലി പുറത്തേക്ക് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ബബിതയും കൃഷ്ണമോളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. രോഹി ഓൾറെഡി അവിടെ തന്നെ ഉണ്ടല്ലോ. വന്നിട്ട് ആരെ ചേച്ചിയാന്ന് ചോദിക്കുമ്പം, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഷെൽട്ടർ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ വീട്ടിലെ ആളാ, ഓണറാ എന്ന് പറയുമ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, അച്ഛാ അത് വേണോ? അയാളെ കണ്ടു തന്നെ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല, അയാളെ കണ്ടു തന്നെ പേടിയാവുന്നു. ചേച്ചിനെ ഒറ്റയ്ക്ക് അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണോ എന്ന് പറയുമ്പം ബാലൻ പറയാണ്, അത് ഏറ്റവും സേഫായ സ്ഥലമാണ് മോനെ, അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. അലീനയ്ക്ക് ദോഷം വരുന്ന സ്ഥലത്തേക്ക് അച്ഛൻ അയക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബബിതയും ആകെപ്പാടെ സങ്കടത്തിലാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളൊക്കെ നല്ല കരച്ചിലാണ്. രോഹിയും അതുപോലെ തന്നെ. ബബിത അടുക്കളയിലേക്ക് മാറിപ്പോയിരുന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ രോഹിയും അലീനയെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയുന്നുണ്ട്. അലീന അവളുടെ ബാഗും പെട്ടിയെല്ലാം റെഡിയാക്കാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് അലീന പോകുമെന്ന് ഇവരും കരുതിയില്ല. രോഹിത്തിനോട് അലീന എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. നിന്റെ 2 പെങ്ങന്മാരാ, അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നിന്റെയാ. അവർക്ക് ഒരു കേടുപാടും പറ്റാതെ ഒരു ദോഷവും പറ്റാതെ നീ നോക്കണം. കൃഷ്ണയോട് പറയുന്നുണ്ട്, അച്ഛനെ മരുന്നും കാര്യങ്ങളെല്ലാം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അച്ഛനെ പൊന്നുപോലെ നോക്കണം, ഒരപകടവും അച്ഛനുണ്ടാകാൻ സമ്മതിക്കരുത് എന്ന് പറയാൻ കേട്ടോ. മേഡം വന്നാലും നിങ്ങൾ എങ്ങനെ തന്നെ അടുക്കും ചിട്ടിയായിട്ട് പൊയ്ക്കോണം എന്നും അലീന പറയുന്നുണ്ട്. ബബിതയോട് പറയാണ്, കൃഷ്ണമോളെ നീ നന്നായി നോക്കണം, അവൾക്കൊരാപത്ത് വരാൻ ശ്രദ്ധിച്ചോണം എന്നൊക്കെ അവളെയും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് അലീന ഇറങ്ങാൻ പോണത്. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ അലീന പുറത്തേക്ക് ഇറങ്ങുമ്പം ബാലന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലനും കണ്ണുനീർ ഒഴുകുന്നുണ്ട്. അലീന ബാലനെയും അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. പോയിട്ട് വാ മോളെ, ഇത് താൽക്കാലികം മാത്രമാണ്, അല്ലാതെ ഇത് മോളെ പെർമനന്റ് ആയിട്ട് അച്ഛൻ പറഞ്ഞയക്കൊന്നുമല്ല. എൻ്റെ മോളെ അച്ഛൻ തിരികെ കൊണ്ടുവരും, അതിന് വലിയ താമസമൊന്നും ഇല്ല, മോള് പേടിക്കണ്ടാട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബബിതയാണെങ്കിൽ കരഞ്ഞൊരു അടുക്കളയിലേക്കും പോകുന്നുണ്ട്. കൃഷ്ണമോളം ഭയങ്കര കരച്ചിലാണ്. അതിനുശേഷം വണ്ടിയുടെ അടുത്തേക്ക് ഇവർ 3 പേരും വരുന്നുണ്ട് കേട്ടോ. ഇത് ആരാണെന്ന് അലീനയ്ക്ക് അറിയില്ലല്ലോ. അപ്പൊ സ്റ്റാൻലിയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിലും നിങ്ങൾ പറഞ്ഞതായിരിക്കും അത് കൂടുതൽ ശരി. ഞാൻ അമ്മോളുടെ അച്ഛനെന്ന് പറയുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെയാ, അത് ഞാൻ പറഞ്ഞാൽ നല്ലത് അങ്ങനെ തന്നെയാ. അപ്പോഴേക്കും അലീന പറയാണ്, എനിക്ക് കൊല്ലപ്പള്ളിയിൽ കൂടെ ഒന്ന് പോണാച്ചാ, അവിടെ പോയി മനുവേട്ടനെയും മുത്തശ്ശിനെയും ഒന്ന് കാണണം, കണ്ടിട്ട് ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ തന്നെ, ബാലേന്ദ്രനാണോ സ്റ്റാൻലി ആണെന്ന് നമുക്ക് ശരിക്കും ഉറപ്പില്ല കേട്ടോ. ആരൊരാളാണ് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകണത്. അങ്ങനെ അവിടെ ആദ്യം ചെന്ന് കാണുന്നത് മുത്തശ്ശിനെ ആയിരിക്കും. മുത്തശ്ശിയോട് ഞാൻ പോവാണെന്ന് പറയുമ്പം എൻ്റെ പൊന്നു മോളെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്.
എങ്കിലും മോൾ ഇങ്ങനെ പോകേണ്ടി വരുമെന്ന് മുത്തശ്ശി ഒട്ടുക്കും കരുതിയില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൊച്ചുമോളാണ് നീയെന്ന്. അത് അറിഞ്ഞപ്പോൾ മുതലേ നിന്നോടെനിക്കുള്ള സ്നേഹം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ അത് സാരില്ല മുത്തശ്ശി, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാനുള്ള സമയമായി. അതുകൊണ്ടാ എല്ലാം ഇത്ര ഇടപെടിയും നടന്നത്. എങ്കിലും വൈജി ഓർത്തിടെ ഒറ്റ അഹങ്കാരം കൊണ്ടല്ലേ മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വൈജി സമ്മതിക്കായിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഇപ്പോഴോട് നിൽക്കാറുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് മേഡത്തിന് അറിയില്ലല്ലോ ഞാൻ മേഡത്തിൻ്റെ മകളാണെന്ന്. ഞാൻ മേഡത്തിന് ശത്രുവല്ലേ. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സത്യങ്ങളൊക്കെ അറിഞ്ഞാലേ അച്ഛൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പൊട്ടിക്കറിയാണ് കേട്ടോ കെട്ടിപ്പിടിച്ച്. ശേഷം മനുവേട്ടനെ കാണാനായിട്ട് പോവാണേ. മനു ആണെങ്കിൽ ആകെപ്പാടെ സങ്കടമായിരിക്കും. മനു ചോദിക്കാണ്, എല്ലാരെയും വിട്ടെറിഞ്ഞിട്ട് നീ പോവാല്ലേ? എങ്ങോട്ടാണെന്നുമല്ലോ നീ അറിഞ്ഞെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ മനുവേട്ടനറിയോ? ഇല്ല, അതാ ഞാനും ചോദിച്ചത് എന്ന് പറയാണ്. ഇവിടുന്ന് പോയാ നീ എന്നെ മറക്കുവോ? ഞാൻ മനുവേട്ടനെ മറക്കാനോ ആരെയും ഞാൻ മറക്കില്ല. ഞാനതിന് ജോലിക്ക് പോവല്ലേ മനുവേട്ടാ? ഇതെന്റെ സ്വന്തം വീടല്ലേ. ഇതും അതുമെല്ലാമാണ് എൻ്റെ വീട്. ആ വീട് എനിക്കങ്ങനെ അന്യാവോ? എപ്പോഴാണെങ്കിലും ഞാൻ തിരികെ വരില്ല മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനുവും അവളെ സമാധാനിപ്പിക്കുകയും അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പോയിട്ട് വരാൻ വേണ്ടി ധൈര്യം കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ. എപ്പോഴും ഞാൻ വിളിക്കും, വിളിച്ചാൽ ഫോൺ എടുത്തേക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ കാണാനും വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശേഷം ആരെ കാണാൻ പോവാന്ന് ചോദിക്കുമ്പോൾ മേഡത്തിനെ എന്ന് പറയുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവിടെ പോയിട്ട് വഴക്ക് കേൾക്കാതെ നിനക്കൊരു സമാധാനമില്ലേ എന്ന് ചോദിക്കാണ്. അലീന, എങ്കിലും എൻ്റെ അമ്മയല്ലേ, ഇനി എത്ര കാലം കഴിയും കാണാനെന്ന് അറിയില്ലല്ലോ. ഞാനിന്ന് പോയി കണ്ടോട്ടെ മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അലീന ബാഗൊക്കെ തൂക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ വൈജിക്ക് ദേഷ്യവും കലിപ്പും ഒക്കെ വരികയാണേ. നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? നീ ഇന്ന് പോകുന്നാണല്ലോ പറഞ്ഞത്. എങ്കിൽ പിന്നെ പോയിക്കൂടായിരുന്നോ? എന്തിനാടി വലിഞ്ഞേർന്ന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കാണ്. മേഡം, ഞാനിന്ന് പോവാ. അത് പറയാൻ വേണ്ടി വന്നതാ, മേഡത്തിനൊന്ന് കാണാനും. പോകാൻ നേരം കൂടി നീ എനിക്ക് സമാധാനം തരില്ല അല്ലേ? നീ എന്താടി ഔദാര്യം തരുന്ന പോലാണോ നീ ഇവിടുന്ന് പോണത്? മര്യാദക്ക് ഇറങ്ങി പോടി എൻ്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എൻ്റെ ഉള്ളില് വലിയൊരു രഹസ്യമുണ്ട്. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഞാനിവിടുന്ന് പോണത്. അത് മേഡത്തിന് അറിയോ? മേഡം പറഞ്ഞ പോലെ ഞാനൊരിക്കലും ഒരു ചീത്ത പെൺകുട്ടിയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജു കുറെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് അലീന പറഞ്ഞത്, ആഗറിൽ വെച്ച് മേഡം വേറൊരു ജീവിതം ജീവിച്ചിരുന്നില്ലേ? മേഡം ആ കാര്യം മറന്നുപോയോ? ആണൊരുത്തൻ്റെ കൂടെ കുറെ കാലം ജീവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അത് കേട്ട് വൈജ തരിച്ചു നിന്ന് പോണതും നമ്മൾ കണ്ടായിരുന്നല്ലോ. ആകെപ്പാടെ ഷോക്കായി വൈജ അങ്ങനെ നിൽക്കുകയാണേ. ആ സമയത്ത് അലീന പറഞ്ഞത് വേറൊന്നുമല്ല, ബാലേന്ദ്രൻ തൻ്റെ അച്ഛനെ പോലെയും അവിടുത്തെ കുട്ടികൾ തൻ്റെ സഹോദരങ്ങളെ പോലെയും മേഡം എൻ്റെ അമ്മയെ പോലെ ആയിരുന്നു എന്നാണ് അലീന പറഞ്ഞത്. മേഡം അവിടെ വച്ച് എൻ്റെ അമ്മയായിരുന്നു. ഞാൻ അങ്ങനെ മേഡത്തെ കണ്ടത്. മേഡത്തിൻ്റെ അടുത്ത് മൂത്ത മകളാണെന്നാ ഞാൻ എന്നെ തന്നെ കരുതിയത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന ആകെയുണ്ടായ എല്ലാ സംഭവങ്ങളും വൈജയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വൈജ ആകെപ്പാടെ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. തന്റെ രഹസ്യങ്ങളെല്ലാം ഇവക്കറിയാലോ. ഇവൾ എവിടുന്ന് വന്നവളാ? ഇവൾ എങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നൊക്കെ ആലോചിച്ച് അവൾ അങ്ങ് അപ്സെറ്റായി നിൽക്കുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന വീണ്ടും സ്റ്റാൻലിയുടെ വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അവള് വല്ലാണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാൻലി ആ സമയം ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരുമായിട്ട് അത്രയ്ക്ക് അടുപ്പമായിരുന്നോ? അത് ഇതൊക്കെ എൻ്റെ സ്വന്തം ആളുകളാ, സ്വന്തം വീടാ. ഇവിടെ വിട്ട് പോകുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറേ ദൂരം ചെല്ലുകയാണ് കേട്ടോ. അലീന കരഞ്ഞു കരഞ്ഞ് ആകെപ്പാട് തളർന്ന അവസ്ഥയിലായി. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയും നല്ല കരച്ചിലായിരിക്കും. പക്ഷെ രേവതിക്കുട്ടിക്ക് അത്രയ്ക്കൊരു ഇത് തോന്നില്ല. ഇപ്പോഴും രേവതിക്കുട്ടി അടുത്ത് നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. വണ്ടിയിൽ പോകുന്ന സമയത്ത് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാ പോണേന്ന് ഒന്നും ചോദിച്ചില്ല എന്നോട്. ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. അലീന പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ സേഫായിട്ടുള്ള ഒരിടത്തേക്ക് പറഞ്ഞയക്കുള്ളെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എനിക്ക് വേറൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് കാര്യമാണെന്ന് പറയുമ്പം അവ നിന്റെ സ്വന്തം അച്ഛനല്ലല്ലോ എന്ന് ചോദിക്കുമ്പം അല്ല, സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അവർക്കൊന്നും എന്നെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെയല്ല.
ഞാൻ സ്വന്തമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന വീണ്ടും കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പുറത്തിറങ്ങി ഒന്ന് മുഖം കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പുറത്തേക്ക് അലീനയും കൂട്ടി ഇറങ്ങുകയാണ്. അലീന അപ്പോഴേക്കും വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകുന്നുണ്ട്. സ്റ്റാൻലി അപ്പോഴേക്കും ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. അലീന ആ പുകം ശ്വസിക്കാതെ കുറച്ച് നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷോള് കൊണ്ട് മുഖം പൂത്ത് പിടിക്കുമ്പം അവൾക്കത് പിടിക്കുന്നില്ലെന്ന് മനസ്സിലായ സ്റ്റാൻലി ആ ഒരു സിഗരറ്റിൻ്റെ കുറ്റി താറിലിട്ട് ചവിട്ടി മെതിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് തന്നോട് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ഇല്ല അദ്ദേഹം പറഞ്ഞോളൂ എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം എൻ്റെ പേര് സ്റ്റാൻലി ജോസഫ്, റിട്ടേൺ കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോഴേക്കും അലീന ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ പേര് ഓൾറെഡി അവൾ കേട്ടിട്ടുണ്ട്. തൻ്റെ അച്ഛൻ്റെ പേരാണ് സ്റ്റാൻലി ജോസഫ്. അവളൊന്ന് ഇടയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. തൻ്റെ അമ്മയുടെ കാമുകനായിരുന്നെന്നും അവൾക്കറിയാം. അത് കേട്ട് അവൾ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ന് ചോദിക്കുമ്പം സംശയിക്കണ്ട, ഞാൻ തന്നെയാ നിന്റെ സ്വന്തം അച്ഛൻ, അതായത് വൈജയുടെ മുൻ കാമുകൻ. വൈജയ്ക്കും എനിക്കും പിറന്ന മകളാണ് നീ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും അലീനയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. അതായിരിക്കാം അച്ഛൻ പറഞ്ഞത് തന്നെ വിടുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കായിരിക്കുമെന്ന്. അത് സ്വന്തം അച്ഛനാകുമ്പോൾ പിന്നെ ഏറ്റവും സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് അലീന ചിന്തിക്കുകയാണ്. പൊടുന്നനെ അലീന പൊട്ടിക്കരയുന്നു കേട്ടോ. കരയുമ്പോൾ എന്തിനാ നീ കരയുന്നേ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന തുവാലയെടുത്ത് അവളുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. കാരണം ഒന്നാമത് തകർന്ന് മനസ്സായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇതുകൂടി കേട്ടത്. അലീന ആകെപ്പാടെ വല്ലാണ്ട് ഡെസ്പായി പോകുന്നു കേട്ടോ. കുടിക്കാൻ വെള്ളം വേണം ചോദിക്കുമ്പം വേണ്ട ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. എന്തായാലും നീ സത്യമെല്ലാം അറിഞ്ഞല്ലോ. നിന്റെ അച്ഛൻ ഞാനാ പോണത് എൻ്റെ വീട്ടിലേക്കാ, ഇനി അവിടെ ആയിരിക്കും. ശരി എന്നാൽ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് അതിനോട് വണ്ടി കയറാൻ പറയുന്നുണ്ട്. സാധാരണ ഈ ഒരു സീൻ അവൾ അങ്ങനല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. തന്നെ ചേർത്ത് പിടിച്ച് നീന്റെ മകളാ മോളെ, എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറയുന്നായിരുന്നു അവൾ കരുതിയത്. പക്ഷെ 2 വാക്കിൽ എല്ലാം അയാൾ ഒതുക്കി തീർത്തു. അയാളുടെ ഗൗരവവും അയാളുടെ ആ ഭാവവും ഒന്നും തന്നെ അലീനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ ബാലേന്ദ്രൻ അച്ഛനാണെങ്കിലോ ഇപ്പം എങ്ങനെ പറഞ്ഞേനെ, നീ എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചേനെ, തന്നെ സ്നേഹം കൊണ്ട് മൂടിയേനെ, തന്നെ തലയിൽ തടവിയേനെ. ആ ഒരു നിമിഷം തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായേനെ. പക്ഷെങ്കിൽ ഇതങ്ങനെയൊന്നും അല്ല. എന്തോ ഒരു കടമ നിർവഹിച്ചതുപോലെയാ സ്റ്റാൻലി എല്ലാം പറഞ്ഞു തീർത്തത്. എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് വണ്ടി എടുക്കാനും പറയുന്നുണ്ട്. അലീനയും സ്റ്റാൻലിയും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അലീനയ്ക്ക് എന്ത് പറഞ്ഞെന്നറിയില്ല. തൻ്റെ കൂടെ ഇരിക്കുന്നത് തനിക്ക് ജന്മം നൽകിയ തൻ്റെ സ്വന്തം അച്ഛനാ. കഴിഞ്ഞ 23 വർഷമായിട്ട് അയാളെ കണ്ടിട്ട് കൂടിയില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. എന്നിട്ട് പോലും ഒരു അന്യയെ പോലെയാണ് തന്നെ പെരുമാറുന്നത്. അതൊന്നും അലീനയ്ക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. ഇനി താൻ പോണത് പുതിയൊരു ചുറ്റുപാടിലേക്കാണ്, പുതിയ ആളുകളുടെ കൂടെയാണ്. അതെല്ലാം ഓർക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാണ്ട് ടെൻഷനാവുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്? താൻ എല്ലാവരും ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു, എല്ലാവരും തന്നെ ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു. തൻ്റെ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് താൻ മറ്റൊരിടത്തേക്ക് പോവാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന അയാളുടെ കൂടെ പോവാൻ കേട്ടോ. ഇതിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാരണം വീട്ടിൽ വെച്ച് ബാലേന്ദ്രൻ അലീനയോട് സ്റ്റാൻലിയാണ് വന്നിരിക്കുന്നതെന്നും നിന്റെ സ്വന്തം അച്ഛനാണെന്നും പറയാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും നോവലിൽ അങ്ങനെ പറയുന്നില്ല, തിരിച്ച് പോണ വഴിക്കാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെച്ച് കാണുമ്പോൾ അലീന സ്റ്റാൻലി വന്ന അതേ ദിവസം തന്നെ അവൾ ധരിച്ചിരുന്ന അതേ ചുരിദാറാണ് കരഞ്ഞോട് ഭിത്തിയിൽ ചാതിരിക്കുന്ന പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ആ കരച്ചിൽ സന്തോഷവും സങ്കടവും അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ കണ്ട ഒരു സന്തോഷത്തിലുള്ള ഒരു കരച്ചിലായിരുന്നല്ലോ അവിടെ കണ്ടത്. അതിനർത്ഥം സ്റ്റാൻലിയാണ് തൻ്റെ അച്ഛനോട് വന്നിരിക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞതിന് ശേഷമുള്ള ഒരു സീനായിരിക്കും ആ കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അലീന പോയതും. നോവലിൽ നേരെ തീർച്ചയായതുകൊണ്ടാണ് സ്റ്റോറിയിൽ നമ്മളങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രൊമോയിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കത് വരുമ്പോൾ കാണാം. ഇതുപോലുള്ള സ്റ്റോറീസും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.